തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഭരണമാറ്റമുണ്ടാകുമെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നു. നിലവിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനവികാരം ഉയർന്നുവെന്നാണ് വിവിധ രാഷ്ട്രീയ വിലയിരുത്തലുകൾ. ഈ സാഹചര്യത്തിൽ UDF അധികാരത്തിൽ എത്തുമെന്ന പ്രതീക്ഷ ഉയരുമ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചയാണ് രാഷ്ട്രീയ വേദികളിൽ ചൂടുപിടിക്കുന്നത്. UDFനകത്തെ മുഖ്യമന്ത്രി പദത്തിന് പ്രധാനമായും 3 പേരുകളാണ് ഉയർന്നു വരുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. മൂവർക്കും തങ്ങളുടെ രാഷ്ട്രീയ ശക്തിയും അനുഭവ സമ്പത്തും പിന്തുണയുമുള്ള സാഹചര്യത്തിൽ ആരായിരിക്കും അന്തിമമായി മുഖ്യമന്ത്രി പദത്തിലെത്തുക എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്. കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ നേതാവായി ശക്തമായി മുന്നിൽ നിന്നത് VD സതീശനാണെന്ന വിലയിരുത്തൽ ഒരു വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സതീശൻ മുൻഗണന ലഭിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ അതേസമയം സീനിയോറിറ്റിയും രാഷ്ട്രീയ പാരമ്പര്യവും പരിഗണിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിനാൽ ഒരാൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന നിലപാടുകൾക്ക് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. ഇതിനിടെ അഭിഭാഷകയായ വിമല ബിനു ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ സതീശൻ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ നടന്ന പ്രവർത്തനങ്ങൾ വിവാദമായിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയവ പുറത്തു വന്നതോടെ രാഷ്ട്രീയ രംഗത്ത് ചർച്ചകൾ ശക്തമായി. ഈ രേഖകളുടെ യാഥാർത്ഥ്യം സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും നേതാക്കളെ സ്വാധീനിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്നുവോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. ചില വിവാദങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ച വിഷയത്തിൽ VD സതീശൻ എടുത്ത നിലപാട് വിമർശനങ്ങൾക്കിടയാക്കി. ഇത് അദ്ദേഹത്തിന്റെ നേതൃത്വ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തി. മുഖ്യമന്ത്രി ആരായാലും ജനങ്ങളുടെ പ്രതിപക്ഷം നിറവേറ്റുന്ന ഭരണമാണ് നിർണായകം. വ്യക്തികളെക്കാൾ നയങ്ങളും സുതാര്യതയും ജനപക്ഷ നിലപാടുകളുമാണ് കേരളത്തിന്റെ ഭാവി നിർണയിക്കുക. തിരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം UDFനകത്തെ നേതൃ തീരുമാനവും നിർണായകമാകുന്ന സാഹചര്യമാണിപ്പോൾ.